സുഹൃത്തുക്കളെ നമസ്കാരം. ഐറൺ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇത് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നേ ഞാൻ നിങ്ങളൊരു അടിപൊളി ഒരു വീട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല, അതിലുപരി നമുക്കൊരു നല്ലൊരു ഏരിയ. ഇത് 2020 പഞ്ചായത്തിലാണ്. അപ്പൊ അതിന്റെ ഈ വീടിന്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് വീടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാനും മറക്കരുത്. ഇത് നമ്മുടെ യൂട്യൂബിലും ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, ഫേസ്ബുക്കിലും നമ്മൾ വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ. അപ്പൊ ഐറൺ റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പൊ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അല്ലെ. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് 2020 പഞ്ചായത്തിലാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ലൊരു വികസനം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു പഞ്ചായത്താണ് 2020 പഞ്ചായത്ത്, എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെയായിട്ടാണ് നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, മെയിൻ റോഡിൽ നിന്ന് കേട്ടാ. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. വഴി സൗകര്യമാണെങ്കിൽ നമുക്ക് പെരുമ്പാവൂര്, ആലുവ, എറണാകുളം റൂട്ടൊക്കെ ആണ് വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടി. അത് മാത്രമല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. തൊട്ട് അടുത്ത് തന്നെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പർച്ചേസ് ചെയ്യാനൊന്നും വേറെ എങ്ങും പോകേണ്ട കാര്യങ്ങളില്ല. തൊട്ടടുത്ത് തന്നെ എല്ലാ സംഭവങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത് 2020 പഞ്ചായത്തിലാട്ടോ, ഓർമ്മ വേണം. അപ്പൊ ഇത് ഇവിടെ നിന്ന് ആലുവ ഭാഗത്തേക്ക്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കണം എന്താണെന്ന് ചോദിക്കും. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അറിയാലോ, നല്ല ചൂടാണ്. ചൂടിന് യാതൊരു ക്ഷാമമില്ല. ഇപ്പൊ തന്നെ വെള്ളം താഴ്ചിട്ട് വയ്യ. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. വൈകിട്ടാണെങ്കിലോ ഭയങ്കര മഴയാണ് തന്നെ. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് എലിവേഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നല്ല മനോഹരമായി തന്നെ എലിവേഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ചെറിയൊരു വീടാണ് ഇത്. ഒരു 4.5 സെന്റ് സ്ഥലമുണ്ട്. 4.5 സെന്റ് സ്ഥലത്ത് 1720 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. 4 ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് എലിവേഷൻ നമുക്കൊന്ന് കാണാം. നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ലുക്കാണ് ഈ ഒരു വീടിന് കേട്ടാ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ലൊരു വെറൈറ്റി ലുക്കാണ്. അപ്പൊ ഏകദേശം ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു 3-4 വാഹനം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു 3-4 വാഹനം പാർക്ക് ചെയ്യുക. ഇവിടെ വലിയ വാഹനം ഇവിടെ പാർക്ക് ചെയ്യുക, ഇവിടെ ഒരു 3-4 വാഹനം ഇവിടെയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത്രത്തോളം സൗകര്യങ്ങളുണ്ട്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് വരുന്നത്, ഇത് കിണറുണ്ട്, അതുപോലെ കിണറല്ല, ഇത് ബോർവെലാണ്. ബോർവെൽ ഉണ്ട്, അതുപോലെ കോർപ്പറേഷൻ വാട്ടർ സൗകര്യം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടേക്കുള്ള വഴിയോ ഏകദേശം ഒരു 4-4.5 മീറ്ററോളം ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പൊ ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിന്റെ ചുറ്റും നടന്നു കാണാനുള്ള സൗകര്യം ഞാൻ കാണിച്ചു തരാം. വാ. ഇതിന്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ആൻഡ് ഇത് എന്ത് കളറാണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഒരു ചാണാപ്പച്ചയാണെന്ന് എനിക്ക് തോന്നണം. അപ്പൊ ഇവിടെയൊക്കെ സൗകര്യമുണ്ട്. അടാ, ചുറ്റിനും നടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. ഇത്തരം സ്പേസ് നമുക്ക് അപ്പുറം ഇല്ല കേട്ടോ, ആ ഭാഗത്തില്ല. ബാക്കിലും ഈ ഒരു സൈഡിലാണ് ഇത്ര സൗകര്യം ഉള്ളത്. അതും കോബിൾ സ്റ്റോൺ ഒക്കെ വിരിച്ച് നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം അല്ലെ. വാ. മെയിൻ ആയിട്ട് സ്ലൈഡിങ് ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ, നല്ല ഹൈറ്റും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. മെയിൻ ഡോറ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫുൾ തടിയാണ്. അപ്പൊ ഇതും ഫുള്ള് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വലിയൊരു ഫ്രെയിം, ഈ ഭാഗത്ത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു ഫ്രെയിം വരുന്നുണ്ട്. അത് ഇവിടെയാണ് വലിയ ഫ്രെയിം. അതുപോലെ ഇവിടെ TV യൂണിറ്റ് വരുന്നുണ്ട്. അത് ഒരു വെറൈറ്റി രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ നോക്കിയ ഒരു ഫ്രെയിം അടിച്ചിട്ട് അതിലാണ് ഈ ഒരു TV വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലുപരി സീലിംഗ് ഫാനൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ സീലിംഗ് വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു നോർമൽ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ട് തന്നെ ഈ വീടിന്റെ ഇന്റീരിയർ തന്നെ നല്ലൊരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീട് കൂടിയാണ്. കയറി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് വളരെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസിന്റെ ഈ ഭാഗത്ത് വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യം നമുക്ക് ചെയ്യാം. അതിനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ താഴെ 2 ബെഡ്റൂം ഉണ്ട് കേട്ടോ. ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ ഇതാണ് ബെഡ്റൂം വരുന്നത്.
ആദ്യത്തെ ബെഡ്റൂം നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. അതിൽ കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെമി ഫർണിഷ്ഡ് ആണ്. അതുപോലെ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ള ഒരു വാൾറോബാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഡോറാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് ഒരു വലിയ ഒരു ഫ്രെയിം ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ചെറിയ പ്ലാന്റ്സ് എന്തെങ്കിലും വെക്കാനുള്ള സൗകര്യം അവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ബെഡ്റൂം ആണ്. അതുപോലെ ലെഗ്രാൻഡിന്റെ സ്വിച്ചസ് ആണ് വരുന്നത് കേട്ടോ. സീലിംഗ് ഫാൻ എല്ലാ ബെഡ്റൂമിലും സീലിംഗ് ഫാൻ ഉണ്ട്. അതുപോലെ പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ കൺസീൽഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഒരു ഗ്രേ കളർ ടൈലുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഭിത്തിയിലും ആ ഒരു ടൈലുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം. ഇത് ലെഗ്രാൻഡിന്റെ സ്വിച്ചും വയറിംഗ് ആണെങ്കിൽ ബീഗാർഡിന്റെ ആണ് വരുന്നത്. 3 ഫേസ് കണക്ഷൻ ആണ്. ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതിലും വാൾറോബും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ബെഡ്റൂമിൽ വാൾറോബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആണ് ഇത് കേട്ടോ. ബാത്റൂം സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് ജാഗ്വാറിന്റേതാണ്. അതുപോലെ മാറ്റ് ഫിനിഷ് ടൈലുകളും പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ തന്നെ ബാത്റൂമിലെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. ഒതുക്കി പണിത വീടാണ്. അപ്പൊ ഇതിവിടെ ആയിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. കിച്ചണൊക്കെ ഒരു രക്ഷയില്ല. ഒരുപാട് സൗകര്യമുണ്ട്. എല്ലാവർക്കും ഈ സൗകര്യം ആവശ്യമുണ്ട്. അപ്പൊ ഒരു കിച്ചൺ ആണെങ്കിലും ഒരുപാട് സൗകര്യം വേണമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നല്ലൊരു സൗകര്യമുള്ള ഒരു കിച്ചൺ കൂടിയാണ് ഇവിടെ. അപ്പർ ക്യാബിനറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രാനൈറ്റ് ആണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് ഇതിന്റെ ഇത് സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാറിന്റെ ആണ് വരുന്നത്. അപ്പൊ അത്യാവശ്യം ഇവിടെ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ താഴത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്ക് എന്തിട്ട് അറിയാനുള്ളത്, മേലുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് കിടക്കുക അല്ലെ. കേറി ഈ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. മൊത്തം സ്റ്റീലിലാണ്. ഇപ്പൊ മിക്ക വീടുകളിലും കാണുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് റെയിൽ മരത്തിന്റെ ആണ്. പക്ഷെ ഇത് ഒരു വെറൈറ്റി രീതിയിൽ സ്റ്റീലിന്റെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് വലിയൊരു ഫ്രെയിം വിൻഡോ ആണ് വരുന്നത്. അപ്പൊ നാച്ചുറൽ വെളിച്ചത്തിനൊന്നും യാതൊരു ക്ഷാമമില്ല. നല്ല വെളിച്ചം. ഈ ഒരു ടൈമിലും ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇടേണ്ട കാര്യമില്ല. നല്ല വെളിച്ചമുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ കയറി വരുമ്പോ തന്നെ വേണ്ട ഇവിടെ ആയിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസ്. അപ്പർ ലിവിംഗ് സ്പേസിൽ മേളിൽ 2 ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കയറാം. ഈ സീലിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോർമൽ രീതിയിലാണ് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അതില് വാം ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ ബെഡ്റൂമിലൊന്നും വാർഡ്രോബ് കൊടുത്തിട്ടില്ല. അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അവിടെ വലിയൊരു ഫ്രെയിം 2 ഭാഗത്തും, ഇവിടെ ഈ ഭാഗത്തും അവിടെയും വലിയൊരു ഫ്രെയിം വരുന്നുണ്ട്. അതുപോലെ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അപ്പൊ 4 ബെഡ്റൂമായിട്ട് 4ാമത്തെ ബെഡ്റൂമാണിത്. ഇതൊരു ചെറിയ ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡ് ആണ്. അപ്പൊ നല്ല സൗകര്യമുള്ള ബാത്റൂംസ് ആണ് എല്ലാം. ബെഡ്റൂമിലെല്ലാം നല്ല സൗകര്യമുള്ള ബാത്റൂമാണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് ബാൽക്കണി, മെയിൻ ആയിട്ടുള്ള ബാൽക്കണി വരുന്നത് കേട്ടാ. ഹാൻഡ് റെയിൽ ടഫ്ലൻഡ് ഗ്ലാസ്സിൽ SS-ന്റെ സ്റ്റൈൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം സൗകര്യത്തിൽ വളരെയധികം മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്ന എലിവേഷൻ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ 2020 പഞ്ചായത്തിലാണ്. 1720 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. അതുപോലെ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, മനോഹരമായ എലിവേഷൻ. ഇവിടെ ആയിട്ടാണ് ഒരു യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെ നിന്ന് മേളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ബ്രൗഷർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽ. ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ പ്രൈസിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് 4 സെന്റ് സ്ഥലമാണല്ലോ. അതുപോലെ 1720 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം നിങ്ങൾക്ക് അറിയാം, ഏകദേശം ഒരു 10 കിലോമീറ്റർ അടുത്ത്
ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ ലുലു മാളിലേക്കാണെങ്കിൽ ഒരു 10-12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ആലുവയിലേക്കാണ് ഏറ്റവും അടുത്തായിട്ട്. ആലുവയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. മെട്രോ സ്റ്റേഷനിലേക്കാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസ് 88 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ വിളിക്കാം. ചാനൽ ഇഷ്ടമായ ഫോളോ ചെയ്യാം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത് കേട്ടാ. പിന്നെ പുതിയ വീഡിയോയുമായി ഇനിയും നമുക്ക് കാണാം. ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും കാണാം.